കേസ് 2 നോക്കൂ. When new share of the incoming partner and how he acquires the share from the old partners are given. എന്താ അവിടെ പറഞ്ഞത് നോക്കി മക്കളെ. പുതിയ പാർട്ണർ സ്ഥാപനത്തിലേക്ക് വന്നു. ആ സ്ഥാപനത്തിലേക്ക് വന്നപ്പം ഹൗ ഹി അക്വയർ, അയാൾ എങ്ങനെയാണ് ഷെയർ കരസ്ഥമാക്കിയത് എന്ന് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിന്ന് അയാൾക്ക് എങ്ങനെ കിട്ടിയത് എന്ന് ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു പുതിയ പാർട്ണർ വന്നു. ആ പുതിയ പാർട്ണർ വന്ന സമയത്ത് ആ പുതിയ പാർട്ണർക്ക് ഓൾഡ് പാർട്ണേഴ്സ് ഷെയർ കൊടുക്കുമല്ലോ. ആ കൊടുത്തത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഫസ്റ്റ് കേസിൽ ന്യൂ പാർട്ണർക്ക് കിട്ടിയത് പിന്നെ ഓൾഡ് പാർട്ണേഴ്സിന്റെ അടുത്ത് നിന്ന് ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ കേസ്. ഇനി ഇവിടെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് എ ബി എന്ന് പറഞ്ഞ പാർട്ണർ, ഇപ്പൊ ഇവരെ ഷെയർ 6, ഇവരെ ഷെയർ 4 എന്ന് വിചാരിക്കാം. പുതിയ പാർട്ണർ സി വന്നു. സിക്ക് 3 കിട്ടി. ആ 3 കിട്ടിയാൽ എ ഇത്ര കൊടുത്ത് ബി ഇത്ര കൊടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അതാണ് രണ്ടാമത്തെ കേസ്. അങ്ങനെ പറയുകയാണെങ്കിൽ മക്കളെ നമ്മൾ എങ്ങനെ സാക്രിഫൈസ് റേഷ്യോ കാണുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ന്യൂ റേഷ്യോ കണ്ട 2, 3, 4 കേസ് അതിൽ പെട്ടതാണ്. നമ്മൾ ന്യൂ റേഷ്യോ കണ്ടല്ലോ. ന്യൂ റേഷ്യോ കണ്ട അതിൽ രണ്ടാമത്തെ കേസും മൂന്നാമത്തെ കേസും നാലാമത്തെ കേസും അതിലിപ്പോ നമ്മൾ രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കാം. അപ്പൊ ന്യൂ റേഷ്യോന്റെ 2, 3, 4 ഇതിൽ പെട്ടതാണ്. അതെങ്ങനെ